2025-26 4ാം ക്ലാസ് അറബിക് വാർഷിക പരീക്ഷ. ഒന്നാമത്തെ ചോദ്യം, നുക്മിലുൽ ഖായിമ, പട്ടിക പൂരിപ്പിക്കാം. തജ്രി മുബാറാത്തു ഖുറത്തിൽ ഖദം ഫി മൈദാനിൽ മദ്രസത്തി അയ്യാമ ഉത്ലത്തി സൈഫ്. സമ്മർ വെക്കേഷന് സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ പട്ടികയാണിത്. റഖ്മ്, നമ്പർ. രണ്ടാമത്തെ കോളം താരീഖ്, ഡേറ്റ്. മൂന്നാമത്തെ കോളം യോം, ദിവസം. നാലാമത്തെ കോളം ഫിറഖ്, ടീംസ്, ഏതൊക്കെ ടീമുകൾ തമ്മിലാണ് ഓരോ ദിവസവും മത്സരം എന്നത്. ഇനി ഒന്നാമത്തെ റോയിൽ 21 എന്നാണ് ഡേറ്റ് ഇടേണ്ടത്. അതെങ്ങനെ മനസ്സിലായി? രണ്ടാമത്തെ റോയിൽ 22 അങ്ങനെയാണ് കാണുന്നത് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ റോയിൽ 21-ാം തീയതി യൗമുൽ അഹദ്. യൗമുൽ അഹദ് ഞായറാഴ്ച. 21-ാം തീയതി ഞായറാഴ്ച മത്സരം നടക്കുന്നത് ഏതൊക്കെ ടീമുകൾ തമ്മിലാണ്? മലപ്പുറവും തിരുവനന്തപുരവും. ഇനി രണ്ടാമത്തെ ദിവസം, അത് ഡേറ്റ് ഏതാണ്? 22. ദിവസം 21-ാം തീയതി യൗമുൽ അഹദ് ആണെങ്കിൽ 22-ാം തീയതി യൗമുൽ ഇസ്നൈനി, തിങ്കളാഴ്ച. അവിടെ യൗമുൽ ഇസ്നൈനി എന്നാണ് എഴുതേണ്ടത്. തിങ്കളാഴ്ച നടക്കുന്നത് കണ്ണൂരും കൊല്ലവും തമ്മിലാണ് മത്സരം. മൂന്നാമത്തത് 23-ാം തീയതി. 23-ാം തീയതി യൗമു സലാസ, ചൊവ്വാഴ്ചയാണ്. തൃശ്ശൂരും കാസർഗോഡും തമ്മിലാണ് മത്സരം. പിന്നെ 24-ാം തീയതി യൗമുൽ അർബിഅ, ബുധനാഴ്ച, പാലക്കാടും കോഴിക്കോടും തമ്മിൽ മത്സരം. ഇനി 25-ാം തീയതി യൗമുൽ ഹമീസ്, വ്യാഴാഴ്ച, നിസ്ഫുൻ നിഹായ്, സെമി ഫൈനൽ. ഇനി 26-ാം തീയതി ഏതാ ദിവസം? യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച, നിസ്ഫുൻ നിഹായ്, സെമി ഫൈനൽ. ഇനി ലാസ്റ്റ് 27-ാം തീയതി യൗമു സബ്ത്, ശനിയാഴ്ച, നിഹായി, ഫൈനൽ മത്സരം. ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്. ഇനി വീണ്ടും നുക്മിലു പൂരിപ്പിക്കാം. മാരിസ് 2026 മാർച്ചിലെ കലണ്ടറാണിത്. ഈ കലണ്ടർ പൂരിപ്പിക്കണം. കലണ്ടറിലെ ചില ദിവസങ്ങളുടെ പേരും ചില ഡേറ്റുകളും വിട്ടുപോയിട്ടുണ്ട്. അവ പൂരിപ്പിക്കുക. യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈനി, യൗമു സലാസ, യൗമുൽ അർബിഅ, യൗമുൽ ഹമീസ്, യൗമുൽ ജുമുഅ, യൗമു സബ്ത്. പിന്നെ വിട്ടുപോയ അക്കങ്ങൾ പൂരിപ്പിച്ച് എഴുതുക. ഇനി നഖറഉൽ ഫിക്രത വ നുക്മിലുൽ ഖാന, ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഇവിടെ പൂരിപ്പിക്കാം. പാരഗ്രാഫ് വായിച്ചു നോക്കാം. ഹാദിഹി മദ്രസത്തുൻ ജമീലത്തുൻ, ഇതൊരു ഭംഗിയുള്ള മദ്രസയാണ്. അമാമൽ മദ്രസത്തി ഹദിയഖത്തുൻ വാസിഅത്തുൻ, സ്കൂളിൻ്റെ മുമ്പിൽ വിശാലമായൊരു തോട്ടമുണ്ട്. ഫീഹ നബാതാത്തുൻ സഗീറത്തുൻ, അവിടെ ചെറിയ ചെടികളുണ്ട്. വ അസ്ഹാറുൻ മുലവനത്തുൻ, കളർഫുള്ളായിട്ടുള്ള വിവിധ നിറങ്ങളിലുള്ള പൂക്കളുണ്ട്. ഫി വസത്തുൽ ഹദിയഖത്തി ബിഇറുൻ, ഹദിയഖത്തിൻ്റെ മധ്യത്തിൽ ഒരു കിണറുണ്ട്. ഫീഹി അസ്മാക്കുൻ കസീറത്തുൻ, അതിൽ ധാരാളം മീനുകളുണ്ട്. യജ്ലിസു തുയൂറു അലൽ അസ്ജാരി, പക്ഷികൾ മരത്തിൻ്റെ മേൽ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജംഅകളും മുഫ്രദുകളും പൂരിപ്പിക്കണം. ത്വയ്റുൻ ജമ, തുയൂറുൻ പക്ഷി. ത്വയ്ർ എന്ന് പറഞ്ഞാൽ തന്നെ ജമാണ്. ത്വാഇറാണ് മുഫ്രദ്. ഇനി ബിഇറുൻ കിണർ, അതിൻ്റെ ജമ ആബാർ, കിണറുകൾ. ഷജറത്തുൻ അസ്ജാർ. ഹദായിഖിൻ്റെ മുഫ്രദ് ഹദിയഖത്തുൻ, ഹദായിഖ്, തോട്ടങ്ങൾ. നബത്തുൻ ചെടി. നബത്തിൻ്റെ ജമ നുബൂത്തുൻ എന്നാണ്. ഇവിടെ നബാത്താത്തുൻ എന്നാണുള്ളത്, അതെഴുതാം. സമക്കുൻ, സമക്ക് മീൻ, അസ്മാക്ക് മീനുകൾ. നബാത്തിൻ്റെ ജമാണ് നബാത്താത്ത്. ഓക്കെ. ഇനി നുക്മിലു നമുക്ക് പൂരിപ്പിക്കാം. ഹാദ അഹ്മദ്, ഇത് അഹ്മദാണ്. ഹുവ അരീഫുൽ മദ്രസ, അവൻ സ്കൂൾ ലീഡറാണ്. ഹാദിഹി ഫാത്തിമ, ഇത് ഫാത്തിമയാണ്. ഹിയ റാഖിസ, അവൾ ഡാൻസറാണ്, അല്ലെങ്കിൽ അവൾ ഡാൻസ് ചെയ്യുകയാണ്, അങ്ങനെയും പറയാം. അടുത്തത് ഹാദ മുനീറുൻ, ഇത് മുനീറാണ്.
ഹുവ ലായിബുൻ, അവൻ കളിക്കാരനാണ് അല്ലെങ്കിൽ അവൻ കളിക്കുകയാണ്. ഇനി ഇവിടെ ഒരു പേര് വെക്കണം. ഹാദിഹി ആയിഷ, ഇത് ആയിഷയാണ്. ഹിയ കാത്തിബത്തുൻ, അവൾ എഴുതുകയാണ് അല്ലെങ്കിൽ അവൾ എഴുത്തുകാരിയാണ്. നുക്മിലു, പൂരിപ്പിക്കാം. ദഹലത്തിൽ മുദരിസത്തു ഇല സൊഫി, ടീച്ചർ ക്ലാസ്സിൽ കയറി. വത്തലബത്ത് മിന തുല്ലാബി, കുട്ടികളോട് ആവശ്യപ്പെട്ടു. അന്യ താറഫ ബി മിഹനി ആബാഇഹിം, കുട്ടികളുടെ പിതാക്കന്മാരുടെ ജോലി എന്താണ് എന്ന്, ജോലി എഴുതണം. അപ്പോൾ ആദിൽ എഴുതിയിരിക്കുന്നത് ഇസ്മി ആദിൽ, എൻ്റെ പേര് ആദിൽ. വാലിദി മുഹാമിൻ, എൻ്റെ പിതാവ് ഒരു വക്കീലാണ്. മുഹാമിൻ വക്കീൽ. യാമൽ ഫിൽ മഹക്കമ, അദ്ദേഹം കോടതിയിൽ ജോലി ചെയ്യുന്നു. ഇനി നദ എഴുതി. ഇസ്മി നദ, എൻ്റെ പേര് നദ. വാലിദി മുദരിസുൻ, എൻ്റെ പിതാവ് അധ്യാപകനാണ്. യാമൽ ഫിൽ മദ്രസ, അദ്ദേഹം സ്കൂളിൽ ജോലി ചെയ്യുന്നു. സ്കൂളിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മുദരിസുൻ എന്ന് എഴുതാം. യാസീൻ, ആദ്യം എഴുതേണ്ടത് ഇസ്മി യാസീൻ, എൻ്റെ പേര് യാസീൻ. വാലിദി തൊബീബുൻ, എൻ്റെ പിതാവ് ഡോക്ടറാണ്. എവിടെ ജോലി ചെയ്യും? ഹോസ്പിറ്റലിൽ. അപ്പോൾ യഅമലു ഫിൽ മുസ്തഷ്ഫ, അദ്ദേഹം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഷഹീം, ഇസ്മി ഷഹീം എന്ന് എഴുതാം, എൻ്റെ പേര് ഷഹീം. വാലിദി താജിറുൻ, എൻ്റെ പിതാവ് ഒരു കച്ചവടക്കാരനാണ്. എങ്ങനെ മനസ്സിലായി? യബീഉൽ ഖളറാവാത്തി എന്ന് കാണാം, പച്ചക്കറികൾ വിൽക്കുന്നു. അദ്ദേഹം പച്ചക്കറികൾ വിൽക്കുന്നു എന്നല്ലേ? പച്ചക്കറികൾ വിൽക്കുക ആരാണ്? കച്ചവടക്കാരനാണ്. അപ്പോൾ താജിറുൻ. ഇനി ഫാരിസ്, ഒരു പേര് നമ്മളവിടെ എല്ലാം ചേർക്കണം. ഇങ്ങനെ ചേർക്കാം. ഒരു പേര് കൊടുക്കുക, ഫാരിസ് എന്ന് കൊടുത്തിരിക്കുന്നു. ഇസ്മി ഫാരിസ്, എൻ്റെ പേര് ഫാരിസ്. വാലിദി ആമിലുൻ, എൻ്റെ പിതാവ് ഒരു തൊഴിലാളിയാണ്. യാമലു ഫിൽ മസ്ന, അദ്ദേഹം ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. മസ്ന ഫാക്ടറി. ഇനി നബീൽ, ഇസ്മി നബീൽ, എൻ്റെ പേര് നബീലാണ്. വാലിദി മുസാരിയുൻ, എൻ്റെ പിതാവ് ഒരു കർഷകനാണ്. യാമലു ഫിൽ ഹക്കലി, അദ്ദേഹം വയലിൽ ജോലി ചെയ്യുന്നു. ഇനി നുലാഹിലു സൂറത്ത വനുക്കുമിലു, ചിത്രം നോക്കി പൂരിപ്പിക്കാം. ബ്രാക്കറ്റിൽ ഇവിടെ മുസ്തഷ്ഫ ഹദ്രാവാത്ത് താജിർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കാം. അനശുർത്തിയുൻ, ഞാനൊരു പോലീസുകാരനാണ്. അൽബസു ബിദിലത്ത കാക്കി, ഞാൻ കാക്കി യൂണിഫോം ധരിക്കുന്നു. ആമലു ഫി മഖ്ഫറി ഷുർത്ത, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നു. അതേപോലെ ഇതാരാണ്? ഇത് ഇവിടെ അഫഹസുൽ മരീള എന്ന് രണ്ടാമത് എഴുതിയത് കാണാം. ഞാൻ രോഗികളെ പരിശോധിക്കുന്നു എന്ന്. അപ്പോൾ ആരായിരിക്കും? ഡോക്ടറാണല്ലേ. അന തൊബീബുൻ, ഞാൻ ഒരു ഡോക്ടറാണ്. അഫഹസുൽ മരീള, ഞാൻ രോഗിയെ പരിശോധിക്കും. ആമലു ഫിൽ മുസ്തഷ്ഫ, ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഇനി അദ്ഹബു ഇലൽ മത്തജർ, ഞാൻ കച്ചവട സ്ഥലത്തേക്ക്, കടയിലേക്ക് പോകുന്നു എന്നുണ്ട്. അപ്പോൾ ആരായിരിക്കും? കച്ചവടക്കാരനായിരിക്കും. അന താജിറുൻ, ഞാൻ ഒരു കച്ചവടക്കാരനാണ്. അദ്ഹബു ഇലൽ മത്തജർ, ഞാൻ കടയിലേക്ക് പോകുന്നു. അബീഉൽ ഖളറാവാത്ത്, പച്ചക്കറികൾ ഞാൻ വിൽക്കുന്നു. ഓക്കെ. ഇനി അൽ ഖളറാവാത്ത് എന്നാണ് ഇവിടെ ഉള്ളത് അല്ലേ? അതുകൊണ്ടാണ് നമ്മളിവിടെ ഖളറാവാത്ത് തന്നെ എഴുതിയത്. ഇനി ഇവിടെ ഒരു വക്കീലാണിത്. അന മുഹാമിൻ, ഞാനൊരു വക്കീലാണ്. അൽബസു അൽ മിഅത്തഫൽ അസ്വദ്, ഞാൻ കറുത്ത വസ്ത്രം, കറുത്ത കോട്ട്, മിഅത്തഫ് കോട്ട്, കറുത്ത കോട്ട് ധരിക്കുന്നു. അമലു ഫിൽ മഹ്കമ, ഞാൻ വക്കീൽ എവിടെ ജോലി ചെയ്യുക? കോടതിയിൽ അല്ലേ? ഞാൻ കോടതിയിൽ ജോലി ചെയ്യുന്നു. ഇനി ഇത് അധ്യാപകനാണ്. അന മുദരിസുൻ, ഞാനൊരു അധ്യാപകനാണ്. ഉദരിസു തുല്ലാബ, ഞാൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. അമലു ഫിൽ മദ്രസ, ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഇനി നാലാമത്തെ ചോദ്യം, നുക്മിൽ, നമുക്ക് പൂരിപ്പിക്കാം. ഇന്നി ഒഹിബ്, ഇതൊരു കവിതയാണ്. കവിതയിൽ ഇവിടെ നമ്മൾ 2 വാക്ക് പൂരിപ്പിച്ചാൽ മതി. ഇന്നി ഒഹിബു വത്തനന അൽഹബ്ബു ഫീഹി ഫഖ്റുന, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. രാജ്യത്തെ സ്നേഹിക്കൽ നമുക്ക് അഭിമാനമാണ്. വൽവുദ്ദു ഫീഹി ഇസ്ന, ഇവിടെ സ്നേഹം എന്താണ്? ഇസ്സാണ്, പ്രതാപമാണ്. ഗാന്ധി സഈമു വത്തനിന, ഗാന്ധിജി നമ്മുടെ രാജ്യത്തിന്റെ നേതാവാണ്. ഇന്നി ഒഹിബു ബലദന അൽ ഐഷു ഫീഹി ഫഖ്റുന വൽ ഉൻസു ഫീഹി ഹിമമുന നെഹ്റു സഈമു വത്തനിന, നെഹ്റു നമ്മുടെ രാജ്യത്തിന്റെ നേതാവാണ്. ഇനി പൂരിപ്പിക്കേണ്ടത് എന്തായിരിക്കും? ഇന്നി ഒഹിബു അല്ലെ? ഇന്നി ഒഹിബു വത്തനന. അസ്സക്കനു ഫീഹി ഫഖ്റുന, ഇവിടെ താമസിക്കൽ അഭിമാനമാണ്. വരിഫ്ഖു ഫീഹി ഇസ്ന. ആസാദ് സഈമു വത്തനിന, ആസാദ് നമ്മുടെ രാജ്യത്തിന്റെ നേതാവാണ്, അബുൽ കലാം ആസാദ്.
ഇനി നക്തശിഫു വനക്തുബു സത്റൻ അൻ ഗാന്ധി, ഇതിൽ നിന്നും ഗാന്ധിയെക്കുറിച്ചുള്ള വരി കണ്ടെത്തി എഴുതാം. ഇതാണല്ലേ വൽവുദ്ദു ഫീഹി ഇസ്സുന എന്നുള്ളത്. അതെവിടെ എഴുതുക? വൽവുദ്ദു ഫീഹി ഇസ്സുന ഗാന്ധി സഅയിമു വതനിന. അതേപോലെ നക്തശ്ഫു വനക്തുബു സത്റൻ അൻ നെഹ്റു, നെഹ്റുവിനെ കുറിച്ചുള്ള വരികളും എഴുതാം. വരി വൽ ഉൻസു ഫീഹി ഹിമമുന നെഹ്റു സഅയിമു വതനിന. ഇനി നഖ്താർ മിനൽ മൻദൂമി അൽഫാദൻ മുഖഫ ആയിട്ടുള്ള വാക്കുകൾ കണ്ടെത്താം. അതായത് അവസാനമുള്ള ഒരേ രൂപത്തിലുള്ള വാക്കുകൾ. ഫഖറുന, വതനുന, ബലദുന, ഇസുന. ഹിമമുന എന്നിവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അല്ലേ, അതേപോലുള്ളത്. ഇനി നഖറവ് വനക്തുബു, അഞ്ചാമത്തെ ചോദ്യം. നമുക്ക് വായിക്കാം, എഴുതാം. നഹ്തഫിലു ബി അയ്യാമിൻ സഈദത്തിൻ ഫി മദ്രസത്തിന കുല്ല ആമിൻ. നമ്മുടെ സ്കൂളിലെ എല്ലാ വർഷവും ഉണ്ടാകുന്ന സന്തോഷകരമായ ചില ദിവസങ്ങളുണ്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫിൽ ഹാമിസ് യൂനിയു, ജൂൺ 5-ന് നഹ്തഫിലു ബിയൗമിൽ ബിഅ, നമ്മൾ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നു. വഫി അത്താസെ അഷറ ബിയൗമിൽ ഖിറ, ജൂൺ 19-ന് തന്നെ വായനാ ദിനവും ആചരിക്കുന്നു. ജൂൺ 5, ജൂൺ 19. ഇനി നഹ്തഫിലു ബിയൗമിൽ ഇസ്തിഖ്ലാൽ ഫിൽ ഹാമിസ് അഷർ ഓഗസ്തുസ്, ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. വഫി ഷഹരി സെപ്റ്റംബർ, സെപ്റ്റംബർ മാസത്തിൽ നഹ്തഫിലു ബിയൗമിൽ മുഅല്ലിമീൻ, അധ്യാപക ദിനം ആഘോഷിക്കുന്നു. ഇനി നഹ്നു നുഖദ്ദിമു സുഹൂറ, നമ്മൾ പൂക്കൾ സമർപ്പിക്കുന്നു. ലിൽ മുഅല്ലിമീന, അധ്യാപകർക്ക്. അൽ മഹബൂബീന, സ്നേഹനിധികളായ നമ്മുടെ അധ്യാപകർക്ക് നമ്മൾ പൂക്കൾ സമർപ്പിക്കുന്നു. 14 നവംബർ, 14 നവംബർ യൗമുൽ അത്ഫാൽ, ശിശുദിനമാണ്. വഫി ഷഹരി ഡിസംബർ, പിന്നെ ഡിസംബർ മാസത്തിൽ നഹ്തഫിലു ബി ഈദ് മീലാദിൽ മസീഹ്, ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നു. വനുസയ്യിനു ഷജറത്തൽ ക്രിസ്മസ് അൽ ജമീല, ഭംഗിയുള്ള ക്രിസ്മസ് മരം നമ്മൾ അലങ്കരിക്കുന്നു. വനഹ്തഫിലു ബിയൗമിൽ ലോകത്തിൽ അറബിയ ഫി സാമിൻ അഷറ ഡിസംബർ 18-ന് ലോക അറബി ഭാഷാ ദിനവും നമ്മൾ ആഘോഷിക്കുന്നു. ഇനി ചോദ്യങ്ങൾ. മതാ നഹ്തഫിലു ബിൽ യൗമിൽ ആലമി ലിൽ ലോകത്തിൽ അറബിയ, ലോക അറബി ഭാഷാ ദിനം എപ്പോഴാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ഉത്തരം 18 ഡിസംബർ. അതിവിടെ എഴുതുക. ഇനി രണ്ടാമത്തെ ചോദ്യം. മതാ നഹ്തഫിലു ബി യൗമിൽ അത്ഫാൽ, ശിശുദിനം എപ്പോഴാണ് ആഘോഷിക്കുന്നത്? 14 നവംബർ. അതും ഇവിടെ എഴുതുക. ഇനി ഫി യൗമിൽ മുഅല്ലിമീന, അധ്യാപക ദിനത്തിൽ നുഖദ്ദിമു സുഹൂറ ലിമുഅല്ലിമീന, അധ്യാപകർക്ക് നമ്മൾ പൂക്കൾ സമർപ്പിക്കുന്നു. നഹ്തഫിലു ഫി ബുയൂത്തിന നഹ്തഫിലു ഫി യൂനിയു, ജൂൺ മാസത്തിൽ നമ്മൾ ആഘോഷിക്കുന്നു. ബിയൗമിൽ ബിഅത്തി, പരിസ്ഥിതി ദിനവും. വയൗമിൽ ഖിറാഅത്തി, വായനാ ദിനവും. ആ 2 ദിനങ്ങളും ജൂൺ മാസത്തിലാണ്. നഹ്തഫിലു ബിയൗമിൽ മുഅല്ലിമീന ഫി ഷഹരി സെപ്റ്റംബർ, അധ്യാപക ദിനം നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ ആഘോഷിക്കുന്നു.